നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 നടന്ന 10th പ്രിലിംസ് പരീക്ഷയിൽ ഒരുപാട് പേര് 50-നും 59 മാർക്കിനും ഇടയ്ക്ക് വന്നിട്ടുള്ളവരുണ്ട്. അവർക്കെല്ലാം തന്നെ സംശയമാണ് പ്രിലിംസ് കടക്കുമോ, അവരുടെ സേഫ് സ്കോർ ആണോ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു കൃത്യമായ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. 50 മാർക്ക്, 51, 52 ഇങ്ങനെ 58, 59 വരെ കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ 60-ന് മുകളിൽ കിട്ടിയവരടുത്ത് ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ്, നമ്മൾ കഴിഞ്ഞ കട്ട് ഓഫ് വീഡിയോകളിലെല്ലാം പറഞ്ഞിരുന്നു, സ്റ്റേജ് 1-ൽ ഒരു 60 മാർക്കിന് മുകളിലോട്ട് നേടിയവർ സേഫാണ് എന്ന് പറഞ്ഞിരുന്നു. അത് വിത്തൗട്ട് നോർമലൈസേഷൻ ആണ് പറയുന്നത്. അതുപോലെ നമ്മൾ സ്റ്റേജ് 3-യുടെ കട്ട് ഓഫ് പറഞ്ഞപ്പോൾ 66 തൊട്ട് ഒരു 72 ആ റേഞ്ചാണ് പറഞ്ഞത്. പിന്നെ സ്റ്റേജ് 4 പറഞ്ഞപ്പോൾ ഒരു 63 തൊട്ടിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്, നോർമലൈസേഷനോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ PSC ഒരു കട്ട് ഓഫ് ഇടുമല്ലോ, അപ്പോൾ ആ കട്ട് ഓഫ് എത്രേൻ്റെ ഇടയ്ക്കായിരിക്കും എന്ന ഒരു അനാലിസിസ് ആണ് പറഞ്ഞത്. ഇനി ഈ 50 മുതൽ 59 മാർക്കിന് ഇടയ്ക്ക് നിൽക്കുന്നവർ സേഫ് ആണോ എന്ന് ചോദിച്ചാൽ, സ്റ്റേജ് 3-ൽ അവരുടെ ചാൻസ് ഒരു 58, 59 ഒക്കെ അടുത്ത് വന്നെങ്കിൽ സ്റ്റേജ് 3-ൽ അവർക്ക് ചെറിയ ചാൻസ് ഉണ്ട്. എന്നാൽ സ്റ്റേജ് 1-ഉം സ്റ്റേജ് 4-ഉം കുറച്ചും കൂടെ പാടുള്ള പരീക്ഷകളായിരുന്നു മൂന്നാമത്തെ സ്റ്റേജിനെ അപേക്ഷിച്ച്. നമ്മൾ എങ്ങനെയാണ് ഏതാണ് പാട് ടഫ് എന്ന് നോക്കുന്നത്? ഇപ്പോൾ ഒരു 4 പരീക്ഷകൾ നടത്തിയെന്നുണ്ടെങ്കിൽ അതിലേതാണ് പാട്, അതിലേതാണ് എളുപ്പം, അതിനെ നോക്കിയിട്ടാണ് നോർമലൈസേഷനും മറ്റ് കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേനും ഒന്നാമത്തെ സ്റ്റേജിലും 4-മത്തെ സ്റ്റേജിലും ഈ ഒരു മാർക്ക് റേഞ്ചിൻ്റെ ഇടയ്ക്ക് കിട്ടിയവർക്ക് നോർമലൈസേഷൻ കിട്ടാനുള്ള സാഹചര്യം ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് ഉണ്ട് എന്ന് തന്നെ പറയാനായിട്ട് കഴിയും. ഇനി ഒരു സ്റ്റേജും കൂടെ കഴിയാനുണ്ട്. അതിന് ഏത് ലെവലിലാണെന്ന് നമുക്കറിയത്തില്ല. അതും കൂടെ കഴിയുമ്പോൾ ഏത് സ്റ്റേജിലുള്ളവർക്കാണ് മാർക്ക് നോർമലൈസേഷൻ കിട്ടുമെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ പാടുള്ള സ്റ്റേജിൽ എഴുതുന്നവർക്ക് PSC പലപ്പോഴും മറ്റ് സ്റ്റേജുകളെക്കാളും ഒത്തിരി പാടായിരുന്നെന്നുണ്ടെങ്കിൽ 6 മുതൽ 7, 8, 9 മാർക്ക് വരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നോർമലൈസേഷൻ കൊടുക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ഒരാൾക്ക് ഒന്നാമത്തെ ഘട്ടം പരീക്ഷയിൽ 52 മാർക്ക് കിട്ടി, അവർക്കൊരു 9 മാർക്ക് നോർമലൈസേഷൻ കിട്ടുകയാണെങ്കിൽ നോക്കിക്കേ, 60-ന് മുകളിലേക്ക് മാർക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ലെവലിലാണ് കട്ട് ഓഫ് വരുന്നതെങ്കിൽ അവർക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളുടെ സ്കോർ ഈ ഒരു മാർക്ക് റേഞ്ചിനകത്താണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് തുടങ്ങുക. പ്രത്യേകിച്ച് ഒരു 55-ന് മുകളിലോട്ട് 57, 58, 59 കിട്ടുന്നവർ ഉറപ്പായിട്ടും പഠിക്കണം. ഞാൻ പറയുന്നത് കമ്പനി ബോർഡ് LGSൻ്റെ കാര്യമാണ്. മറ്റു പരീക്ഷകൾക്ക് കുറച്ചും കൂടെ കട്ട് ഓഫ് കൂടും. കമ്പനി ബോർഡ് LGSനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അഥവാ ഇനി റിസൾട്ട് വന്നിട്ട് ഞാൻ ലിസ്റ്റിലുണ്ട് എന്ന് കാണുമ്പോൾ പിന്നെ പഠിക്കാനിരുന്ന ഒരുപാട് സമയം പോകും. ഇപ്പോഴേ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിൽ നിങ്ങൾ SCRTയും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് വാങ്ങാനായിട്ട് കഴിയും. അപ്പോൾ ഒന്നാമത്തെയും 4-മത്തെയും സ്റ്റേജിൽ പരീക്ഷ എഴുതിയവരാണെന്നുണ്ടെങ്കിൽ ഒരു 50-ന് മുകളിലേക്ക്, 55-ന് മുകളിലേക്കുള്ളവർ ഉറപ്പായിട്ടും, ഒരു 52-ന് മുകളിലേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു കൊള്ളുക, പഠനം ആരംഭിച്ചു കൊള്ളുക. ഇനി നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? നിങ്ങൾ LGS മാത്രം ലക്ഷ്യം വെച്ച് പഠിക്കാതെ ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ പഠിക്കുക. LGSന് മാത്രം പഠിച്ചിട്ട് ഇംഗ്ലീഷും മലയാളവും ഒന്നും പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി അഥവാ പ്രിലിംസ് കിട്ടിയില്ലെങ്കിൽ അതെന്താകും, നിങ്ങൾക്ക് മറ്റു പരീക്ഷകൾ അപ്പിയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ഒരു 10th ലെവൽ മെയിൻസിൻ്റെ സിലബസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം ആരംഭിക്കുക. ഇനി അഥവാ LGS കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ SCRT ഒക്കെ അരച്ച് കലക്കി കൊടുക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന 2027-ൽ വരാൻ പോകുന്ന LDSCക്കൊക്കെ SCRTയിൽ നിന്നും നല്ല രീതിയിലെ ചോദ്യങ്ങൾ, SCRT ആയിരിക്കും ഇനി അതിൻ്റെ ബേസ് എന്ന് പറയുന്ന ചോദ്യങ്ങളുടെ എല്ലാം നിങ്ങൾക്കൊരു 75% ചോദ്യങ്ങളോളം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം ഡെയിലി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് എല്ലാം ആഡ് ചെയ്ത് പഠിക്കുമ്പോൾ നല്ലൊരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ VFA പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇനി സെപ്റ്റംബർ 19-ലേക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമ്മൾ ടൈം ടേബിൾ ഓറിയൻറ്റഡ് ആയിട്ട് ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക്കും ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നൽകുന്നുണ്ട്. ഒക്ടോബർ 17-നാണ് അടുത്ത എക്സാം, 31-നാണ് അടുത്ത എക്സാം. അപ്പോൾ 90 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനാണ്. സെപ്റ്റംബർ 19-ന് മുമ്പ് നമ്മൾ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും, കറണ്ട് അഫേഴ്സും, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാം നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം, ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, സമയം കളയരുത്. ഈ ഒരു മാർക്ക് റേഞ്ചിലേ എനിക്കുള്ളൂ എന്ന് വിചാരിച്ചിരിക്കരുത്. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക. LGSും കൂടെ അതിൻ്റെ കൂടെ പഠിക്കുക. അത് LGSന് വേണ്ടി മാത്രം പഠിക്കാതെ ഒരു 10th ലെവൽ മെയിൻസിൻ്റെ സിലബസ്
പഠിച്ചു തുടങ്ങിക്കോളുക. ഒന്നാമത്തെയും നാലാമത്തെയും സ്റ്റേജിലൊക്കെ 57, 58 റേഞ്ചൊന്നും കിട്ടിയൊരു ഉറപ്പായിട്ടും പഠിക്കണം, വിട്ട് കളയരുത്. നിങ്ങൾക്ക് കിട്ടുന്നൊരു സുവർണ്ണ അവസരമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അംഗമാവാം. താങ്ക്